കല്ലങ്ങിന് വേണ്ടിയിട്ടുള്ള കുഴിയാണ് എടുത്തിരിക്കുന്നത്. കല്ലങ്ങ ഇതിലെ വന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് കല്ലങ്ങിന്റെ നിർമ്മാണം. ഇതിൽ ഇങ്ങനെയാണ് പോകുന്നത് വെള്ളം. കുഴിയെടുത്ത് 6 മാസത്തോളം ആവുന്നുണ്ട്. 6 മാസത്തോളം ആവുന്നുണ്ട് ഈ കുഴി ഇവിടെ എടുത്തതിന് ശേഷം. അത് നമ്മുടെ ഈ കടയുടെ കുറച്ച് സൈഡ് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ അത് വിട്ടുകൊടുത്ത് ഞാൻ തന്നെ സ്വന്തമായിട്ട് അത് ചെയ്യുകയും ചെയ്ത്. അവർ കെട്ടിത്തരാമെന്ന് പറഞ്ഞിരുന്നതാ. അത് കെട്ടിത്തരാത്തത് കൊണ്ട് ഞാൻ സ്വന്തമായിട്ടത് ചെയ്തു. കാരണം കടയുടെ ആ സൈഡ് ഇടിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് സ്വന്തമായിട്ട് അങ്ങ് ചെയ്യുക ചെയ്തത്. വളരെ ബുദ്ധിമുട്ടായി തീർന്നിരിക്കുകയാണ്. കച്ചവടക്കാർക്ക് മാത്രമല്ല വണ്ടിക്കാർക്കും പൂർണ്ണമായിട്ട് ഇത് വലിയ ബുദ്ധിമുട്ടായി തീർന്നിരിക്കുക. ബസ് തന്നെ 4ഉം 5ഉം പ്രൈവറ്റ് ബസ് ഓടിക്കൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ 2-3 ബസ്സുകളെ ഓടുന്നുള്ളൂ. 2 ബസ്സിന്റെ റൂട്ട് തന്നെ അവർ പൂർണ്ണമായിട്ട് നിർത്തി. മെമ്പർമാരുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ വാർഡിന്റെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഗ്രൂപ്പിൽ മെമ്പർ മെസ്സേജ് ഇട്ടായിരുന്നു. ഉടനെ പണി പൂർത്തിയാവും എന്നുള്ള രീതിയിലാണ് മെമ്പർ മെസ്സേജ് ഇട്ടിരുന്നത്. അവർ 1-2 ആവർത്തി പണിയാനായിട്ട് ഈ സൈഡ് വാറിന്റെ ഷട്ടർ വരെ കൊണ്ടുവച്ചെങ്കിൽ അവർ പിന്നീട് വന്ന് അത് തിരിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് ഉണ്ടായത്. ഒരു ദിവസം പണിയാനായിട്ട് വന്നിട്ട് 1 മണിക്കൂർ വരെ ഇവിടെ നിന്ന് സംസാരിച്ചതിന് ശേഷം വീണ്ടും ഈ സാധനങ്ങളായിട്ട് അവർ തിരിച്ചങ്ങ് പോയി. പിന്നെ ഇവിടെ വെച്ചിരുന്ന കമ്പി ആയാലും സിമെന്റ് എല്ലാം കൊണ്ട് ഇറക്കി വെച്ചിരുന്ന ആ സാധനങ്ങൾ വരെ അവർ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. പുനലൂർ നഗരസഭയെയും കരവാളൂർ, ഇടമുളയ്ക്കൽ, അഞ്ചൽ പഞ്ചായത്തുകളെയും ബന്ധിപ്പിക്കുന്നതാണ് പുനലൂർ ചെമ്മന്തൂരിൽ നിന്ന് തടിക്കാട് ഭാഗത്തേക്കുള്ള റോഡ്. തടിക്കാട് ചെമ്മന്തൂർ റോഡിന് പൊതുമരാമത്ത് വകുപ്പ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 12.5 കോടി രൂപയാണ് ചെലവിടുന്നത്. നിരവധി വളവുകളും കുന്നിൻ ചരിവുകളുമുള്ള ഭാഗത്തുകൂടി കടന്നു പോകുന്നതിനാൽ പാതയ്ക്ക് ഒട്ടേറെ സ്ഥലങ്ങളിൽ സംരക്ഷണ ഭിത്തിയടക്കം നിർമ്മിക്കുന്നുണ്ട്. പുനലൂരിൽ നിന്ന് നരിക്കൽ വഴി അഞ്ചലിലേക്കും MC റോഡിൽ വാളകം ഭാഗത്തേക്കും വളരെ വേഗം പോകാൻ സാധിക്കുന്ന റോഡാണിത്. കരവാളൂർ പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലുള്ളവർക്ക് പുനലൂരിലേക്ക് എത്തിച്ചേരാൻ എളുപ്പമാർഗമാണ് ഇതുവഴിയുള്ള സഞ്ചാരം. 6 മാസം മുമ്പ് റോഡ് പണി തുടങ്ങിയപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു സ്ഥലവാസികൾക്ക്. പക്ഷേ ഇപ്പോൾ റോഡ് പണിക്ക് ഒച്ചിഴയുന്ന വേഗം മാത്രം. നരിക്കൽ ഭാഗത്തുള്ളവർക്കെല്ലാം റോഡ് പണി എന്നത് ശരിക്കും പണി കിട്ടിയ സ്ഥിതിയാണ്. റോഡ് പൂർത്തിയാകാത്തതിനാൽ കച്ചവടക്കാരൊക്കെ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു. ഇത് പുനലൂർ ചെമ്മന്തൂർ മുതൽ നരിക്കൽ കടന്നു പോകുന്ന കോക്കാട് വരെയുള്ള ഒരു റോഡാണിത്. ഇപ്പം നരിക്കൽ പള്ളിമുക്കിനിപ്പുറം അരിവണ്ണൂമുക്ക് എൻ്റെ കടയുടെ ഫ്രണ്ടിൽ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കടയുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ഇത് ഇടിച്ചിട്ടിട്ട് ഏതാണ്ട് 6 മാസത്തോളം ആവുന്നു. 6 മാസം കൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. കച്ചവടത്തെ വളരെ നല്ല രീതിയിൽ കച്ചവടത്തെ ബാധിച്ചിരിക്കുന്നു. കാരണം വണ്ടികൾ ഇതുവഴി വരുന്നില്ല. ചെമ്മന്തൂർ കൂടെ വന്ന് വാളകത്ത് കയറിക്കൊണ്ടിരിക്കുന്ന വണ്ടികളൊന്നും ഇപ്പോൾ ഇതുവഴി വരാറേയില്ല. എല്ലാം ബെൻസിൻ വഴി പോകുന്നതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തുള്ള കടകളുടെ കച്ചവടത്തെ ഇത് പരിപൂർണമായിട്ട് ബാധിച്ചിരിക്കുകയാണിത്. അതേപോലെ ഇപ്പം വണ്ടി നിർത്തി നമുക്ക് കടയിലോട്ട് ആൾക്കാർക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമല്ലേ. അതുകൊണ്ട് വളരെ കാര്യമായിട്ട് കച്ചവടത്തെയും ജനങ്ങളുടെ മറ്റുള്ള വാഹനങ്ങളെയും ഓട്ടോറിക്ഷകളായാലും മറ്റ് ടാക്സികളായിട്ട് ഓടുന്ന വണ്ടികളുടെ എല്ലാം വളരെ ഇതായിട്ട് ബാധിച്ചിരിക്കുകയാണത്. ഇവര് നമ്മൾ ഈ ആഴ്ച പറയുവാന്നേ പറയും, അടുത്ത ആഴ്ച ഇവിടാണ് പണി, ആ രീതിയിൽ അവർ പറയുന്നത്. നമ്മൾ ഒരു ദിവസം പറയും അടുത്ത ആഴ്ച തിങ്കളാഴ്ച ഇവിടെ പണി തുടങ്ങും, അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ പണി തുടങ്ങും. ആ രീതിയിൽ പറഞ്ഞ് നീട്ടി കൊണ്ടുപോവുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോഡ് പണി കാരണം മിക്ക വാഹനങ്ങളും ചെമ്മന്തൂർ വഴി വാളകം പാതയിലേക്ക് വരുന്നില്ല. നിർമ്മാണം നടക്കുന്ന റോഡരികിൽ വാഹനം നിർത്തി കടകളിലേക്ക് കയറാൻ പോലും പ്രയാസകരമാണ്. മിക്ക ഓട്ടോ ടാക്സിക്കാരുടെയും വരുമാനം നിലച്ച മട്ടാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പൂർത്തിയാകുമെന്ന് ഒരു നിശ്ചയവുമില്ല. എന്തോ 6 മാസം കൊണ്ട് എഴഞ്ഞ് പണി നീങ്ങും. ഇവിടെ ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. റോഡിൽ കൂടെ വണ്ടി ഓടിക്കണ്ട, റോഡ് മൊത്തം മാന്തി കുഴിച്ച് എന്നിട്ട് ആ വട്ടക്കേതെ തേരിക്ക് എത്ര വണ്ടിയാണ് മറിഞ്ഞേക്കുന്നതെന്ന് അറിയും. പെണ്ണുങ്ങൾക്കൊന്നും വണ്ടി കൊണ്ട് പോകാക്കത്തില്ല. എല്ലാവരും ഇപ്പോൾ ഇളമ്പ് കഴിയാൻ പോകുന്നു. എന്തോ ഈ വണ്ടി പണിഞ്ഞ് നമ്മുടെ ഊപ്പാട് വരുക. എന്തുവാ MLAക്ക് ഉത്തരവാദിത്വം ഇല്ല, ആർക്കും ഉത്തരവാദിത്വം ഇല്ല. ഇതിപ്പോ ആരുടെയാ ഇത്? ഇത് നമ്മുടെ ചെമ്മന്തൂരിന്ന് നമ്മുടെ വാഴവിള പാഷന്റെ തോട്ടത്തിന്റെ അവിടെ ചെന്ന് കയറുന്ന റോഡാ. വാഴവിള വെഞ്ചേപ്പ് റോഡിൽ ചെന്ന് കയറുന്നേ, മലയോര ഹൈവേ. ഇപ്പൊ എത്ര ആളായി ഇങ്ങനെ പണി മുടങ്ങി കിടന്നിട്ട്? 6 മാസമായി പണി ഇങ്ങനെ പോവുക. 6 മാസം കഴിഞ്ഞ് ഇപ്പൊ പണി മുടങ്ങിയിട്ട് റോഡിൽ കൊണ്ടുവന്നുള്ള ചപ്പ് പത്തവും മാന്തി കുഴിച്ച് ഇത് തന്നെ എത്ര ആളായി പൊളിച്ചിട്ടിട്ടെന്ന് അറിയും. ഇതിനകത്ത് തന്നെ ഇനി എത്ര എണ്ണം അറിയുമെന്ന് ദൈവത്തിന് അറിയും.
നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ജനപ്രതിനിധികളോ പൊതുപ്രവർത്തകരോ പഞ്ചായത്ത് അധികൃതരോ ഇടപെടുന്നില്ല. ഓടകളുടെയും കലുങ്കുകളുടെയും ഒക്കെ നിർമ്മാണവും വളരെയധികം വൈകുകയാണ്. പൊടിശല്യത്താൽ നാട്ടുകാർ വലയുന്നു. വളരെ വേഗം റോഡ് നിർമ്മാണം പൂർത്തിയാക്കി സഞ്ചാരമാർഗം തുറന്നു നൽകണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഇതുകൊണ്ട് അവിടെ കുഴിയാ. ആൾക്കാർ ഇപ്പോൾ നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ തെന്നി അടിച്ച് വീഴും. അവിടെ കുഴി കണ്ടില്ലേ അവിടെ ഉണ്ടോ? അതുപോലെ തന്നെ അവിടെയും കുഴിയാ. ആൾക്കാരെ ഒന്ന് നടന്നു പോയാൽ കഴിഞ്ഞാൽ അവിടെ വീഴും. അതിനൊരു ഇതുമില്ല, വള്ളി മാത്രമേ വലിച്ചു കെട്ടിയിട്ടുള്ളൂ. പിന്നെ ഇവിടെ മൊത്തം പൊടി എല്ലാം, അവിടെ പൈപ്പും കമ്പിയെല്ലാം ഇവിടെ കാരി ഇട്ടാക്കുക. നടന്നു പോകാൻ പോലും പറ്റത്തില്ല അങ്ങോട്ടൊന്നും. പൊടിയാ, മൊത്തം പൊടിയാ. ഫുള്ള് ഇപ്പം കണ്ടില്ലേ എന്തോ പൊടിയാ. വണ്ടി ഓടിക്കഴിഞ്ഞാൽ ഭയങ്കര പൊടിയാണ്. ഇവര് ചെയ്യുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 6 മാസം മേളാവുന്നു. ഇത് വെട്ടിക്കുഴിച്ചിട്ട് അവിടെയും വെട്ടിക്കുഴിച്ചിട്ട് ഇവിടെയും വെട്ടിക്കുഴിച്ചിട്ട് കുറേശ്ശെ അവർ ചെയ്യുക. ഇത് മൊത്തം ചെയ്യുന്നില്ല. എന്നാൽ എവിടെയെങ്കിലും ചെയ്ത് തീർക്ക്, അതുമില്ല. ഈ കുഴി കണ്ടില്ലേ? ഈ കുഴി നിങ്ങൾ നോക്കുക. ആരെങ്കിലും മനുഷ്യന്മാർ നടന്നു പോയാൽ മറിഞ്ഞടിച്ച് വീണ് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല എപ്പോഴാണ്. അതിന്റെ വള്ളി മാത്രമേ പഠിച്ചു കെട്ടിയിട്ടുള്ളൂ. പ്ലാസ്റ്റിക്കിന്റെ വള്ളി മാത്രമേ ഉള്ളൂ. ആ കുഴി കണ്ടോ? ഒന്ന് തിന്നി അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ അതിന്റെ തലയടിച്ച് വീഴും. അത് കണ്ടോ? നോക്ക്, അപ്പുറത്ത് അതേപോലെ കുഴിയാ. അത് നോക്ക്, അത് മാത്രം നോക്കിയാൽ മതി. എന്നാൽ ഇവിടെ എന്തെങ്കിലും കെട്ടിയൊക്കെ ഉണ്ടോ ഇവര്? അതിനുള്ള ചുവാടില്ല. രാത്രി എപ്പോഴും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ വണ്ടി വന്ന പോലും നമുക്ക് ബുദ്ധിമുട്ടാ. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.